ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഞാൻ രാവിലത്തെ ഇൻട്രോ കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വാപ്പ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അപ്പൂസിനെ കയ്യിലെടുത്ത് വെച്ചിരിപ്പോണ്ട്. അപ്പോഴത്തേന് നമ്മുടെ സുധീർ മാമ വന്നിട്ടുണ്ടായിരുന്നു. നൗഫ് ചായ ഇടാൻ കയറി കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാൻ ഇട്ടു സൂര്യകാന്തി പാടം കാണാൻ പോകാമെന്ന്. തഴവായിൽ മടത്തെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം സൂര്യകാന്തി പാടം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും എവിടെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇത് തന്നെയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ തേണ്ട സൂര്യകാന്തി പാടം കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചുനാട് ഇന്ന് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് തെങ്കാശിയിലും സുന്ദരപാണ്ഡിപുരത്ത് മാത്രം കണ്ടിരുന്ന സൂര്യകാന്തി പാടം ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വിരിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ സ്പോട്ട് വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളി കുതിരപ്പന്തി തഴവ നമ്മുടെ BGSM മടത്തെ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് വരുന്ന അവിടാണ് കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പം പൂവൊക്കെ വാടി തുടങ്ങിയ ഒരു സമയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴല്ലേ ഇതിനേക്കാൾ ഭംഗി അറിയുന്നത്. നമ്മളൊരു 5:05 5:45 കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് ഞാനും ഉമ്മായും നൗഫയും നമ്മുടെ റയാനും റിച്ചുവും വാപ്പായും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളവിടെ കയറി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഇതിനു മുമ്പ് എൻട്രി ഫീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ എൻട്രി ഫീസ് ഒരാൾക്ക് 50 രൂപ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുതിർന്നവർക്ക് മാത്രം, കുട്ടികൾക്ക് കൊടുക്കണ്ട. കാരണം വേറൊന്നുമല്ല കേട്ടോ, എല്ലാവരും കാണാൻ വരുന്നത് നമ്മുടെ സൂര്യകാന്തിയൊക്കെ ചവിട്ടി മെതിച്ച് നാശമാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഒരു ഫീസാക്കിയിരിക്കുന്നത്. എന്താ പറയുക, നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാക്കരുത്, തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ചിലരുടെ അധ്വാനത്തിൽ പറഞ്ഞ ഈ മനോഹര സൂര്യകാന്തി തോട്ടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത്രയും നേരം നമ്മുടെ അപ്പൂസ് നമ്മളുമായിട്ട് സഹകരിച്ചു കേട്ടോ. കരയാതൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പൂസിന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അപ്പൂസിനെയും കൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാൻ കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ നമ്മളെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദേണ്ട നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നത് കാരണം ചോറും മീൻകറിയും കപ്പയും മീൻ വറുത്തതും അച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ച് അവിടെ മാറി ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ റിച്ചു ദേണ്ട കുരുവില്ലാത്ത മുന്തിരിങ്ങായും കൊണ്ട് വന്നത്. പിന്നെ അതും കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള ടൈമായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, സീ യു.